കൊച്ചി നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് വടുതല. പച്ചാളം, വടുതല ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. മാറി ഭരിച്ച മുന്നണികൾക്ക് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചോദ്യമാണ് വോട്ട് ചോദിക്കാനെത്തുന്ന സ്ഥാനാർത്ഥികളോട് ഇവർ ഉയർത്തുന്നത്. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ നിരവധി മേഖലകളുണ്ട് എറണാകുളം ജില്ലയിൽ. അതിലൊന്നാണ് വടുതലയിലുള്ള ഈ ഭാഗം. കാലങ്ങളായി കുടിവെള്ളക്ഷാമം കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങൾ. അവരിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ദുരിതം അല്ലെങ്കിൽ എത്രമാത്രം ആ കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഓരോ ആളുകളോടും നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാട്ടെ ഈ കുടിവെള്ളക്ഷാമം ഇവിടുത്തെ? കുടിവെള്ളക്ഷാമം ഇവിടെ ഒരു 5 കൊല്ലമായിട്ട് ഭയങ്കര ക്ഷാമമാണ്. ഞങ്ങൾക്കിവിടെ പബ്ലിക് ടാപ്പുണ്ട്. അവിടെ 24 hours വെള്ളം കിട്ടിയിരുന്നതാണ്. ഇപ്പം അവിടെ വെള്ളം വരാറില്ല. പിന്നെ ഞങ്ങളൊക്കെ വെള്ളം വളരെ കുറച്ച് വെള്ളം വീഴും, ചിലപ്പോൾ വീഴാണ്ടായി. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പൈപ്പിൻ്റെ വാൽവൊക്കെ താഴ്ത്തി വെച്ച ടാങ്കിലാണ്. അപ്പോൾ ഒരു കുറച്ച് വെള്ളം വീഴും, അതടിച്ചു കയറ്റും. പിന്നെ 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം വീഴും, അതടിച്ചു കയറ്റും. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഇവിടെ അത് എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ ഭാഗത്തുള്ള പല ടാങ്കിലും വെള്ളം വീഴുന്നില്ല. അവരൊക്കെ അതെ, 2-3 വർഷമായിട്ട് ഞങ്ങൾക്ക് വെള്ളമില്ല. പിന്നെ ടാങ്കിൽ വെള്ളം വന്നത് ഞങ്ങൾ മുകളിലേക്ക് അടിച്ചു കയറ്റായാലും കുറച്ച്. പിന്നെ കൗൺസിലറോട് വിളിച്ച് പറയുമ്പോൾ കൗൺസിലർ ഇടയ്ക്ക് ടാങ്കിക്ക് വെള്ളം അടിച്ചു തരും. പിന്നെ അവരും എടുക്കാൻ നേരത്ത് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അതേപോലെ എല്ലാവർക്കും ഇതൊക്കെ പൈസ ഇതിനു വേണ്ടി തന്നെ മാറിയിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ പൈസ കൊടുത്ത് വെള്ളം 800 രൂപ വേണം ഒരു ടാങ്ക് വെള്ളത്തിന്. അത് ഞങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ അടിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? എത്ര ദിവസം നിൽക്കാൻ? ഒരു ദിവസത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ. ചെറിയ ഇതിലാണ് അടിക്കുന്നത്, അത്ര ഉള്ളു. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞു. വെള്ളം കുറവാണ് തീരെ. ഞങ്ങൾക്കൊക്കെ വെള്ളമില്ലാഞ്ഞിട്ട് ഒരു 5-8 മാസം ആയിട്ടുണ്ട്. കടുത്ത അവസ്ഥ എന്ന് പറഞ്ഞപ്പോ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾക്ക് ചൂടെടുക്കണേ. അങ്ങനെ വേനൽ വരുന്നതിന് മുമ്പും വെള്ളം ഇല്ല ഇവിടെ. ഞങ്ങൾ എപ്പോഴും കൗൺസിലറിനെ വിളിക്കും. കൗൺസിലർ വണ്ടി കൊണ്ടുവരും. വണ്ടിയിലിറക്കും. ഇല്ലാത്തപ്പോ പൈസ കൊടുത്തിട്ട് എപ്പോഴും പൈസ കൊടുത്താൽ കൂടുതലും. ഇപ്പൊ ആദ്യമൊക്കെ കൗൺസിലർ വീട് വരുന്നു, പിന്നെ കൗൺസിലർ നോക്കാറില്ല. വെള്ളം ഒട്ടുമില്ല. നേരത്തെ ഇച്ചിരിയെങ്കിലൊക്കെ ഞങ്ങളുടെ കൗൺസിലറാ. അതാണ് നമ്മളെ കംപ്ലൈന്റ് ആയി, പിന്നെ അവരടിക്കാണ്ടായി. അപ്പൊ ഞങ്ങൾ കാശ് കൊടുത്ത് പ്രശ്നം വിചാരിച്ചാൽ ഞങ്ങൾ മുകളിലാണ് താമസിക്കുന്നത് ഇവരുടെ വീട്ടില്. പിന്നെ ഇങ്ങനൊക്കെ ഇടക്ക് ഇങ്ങനെ വെള്ളം കോരി അങ്ങ് ശ്വാസം മുട്ടും കൂടി വന്നു പോയി. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ 1 കൊല്ലമായി താമസിക്കാൻ തുടങ്ങിയിട്ട്. പിന്നാലെ കുറെ പരാതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയായിരുന്നല്ലോ. വെള്ളത്തിനായിട്ട് ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. 20 വീട്ടുകാരുടെ ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അത് സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ കൗൺസിലർ. പക്ഷെ അത് ഇതുവരെ ടെൻഡർ എടുക്കാൻ ആരും വന്നിട്ടില്ല. 96,000 രൂപ ഒരു കുടിവെള്ള പദ്ധതി, ഒരു എക്സ്റ്റൻഷൻ ടോൾ ഗേറ്റ് റോഡിൽ നിന്ന് ഈ പാവാട്ടുതൊണ്ടി ലൈനിലേക്ക് ടെൻഡർ ആയിട്ടുണ്ട്. പക്ഷെ അത് ടെൻഡർ നടപടി ആരും എടുത്തിട്ടില്ല. അതെ 3-4 വർഷമായിട്ട് വെള്ളം തീരെ കിട്ടുന്നില്ല. ഡെയിലി, അതായത് ടാങ്കറിനൊക്കെയാണ് അടിക്കുന്നത്. ടാങ്കറിന് 800 രൂപ ചേച്ചി പറഞ്ഞത്, അത്രയ്ക്ക് വരും. ക്ഷാമം തന്നെയാണ്. എല്ലാവരും ചാമ്പ് പൈപ്പ് മേടിച്ചാണ്ട് ഇവിടെ. ഈ പൈപ്പിൽ നിന്ന് ഇത് വെച്ച് ഭയങ്കര കഷ്ടപ്പാടാണ്, ദുരിതം. രാത്രിയൊക്കെ ചാമ്പാണ്. ഇത്തരത്തിൽ വലിയ ഒരു ദുരിതം അനുഭവിച്ച് തന്നെയാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഈ ചാമ്പ് പൈപ്പിൽ നിന്ന് ചാമ്പി ആണ് ഒരു തുള്ളി വെള്ളമെങ്കിലും അവർക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഈ വലിയ തുക നൽകിക്കൊണ്ട് വാട്ടർ ടാങ്കറുകളിൽ വെള്ളം അടിക്കേണ്ട സാഹചര്യം. അതിന് മാത്രം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തുക മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഏതെങ്കിലും 1-2 സ്ഥലത്ത് പ്രശ്നമല്ല. കൊച്ചിയുടെ പല മേഖലകളും, അത് പശ്ചിമ കൊച്ചിയാണെങ്കിലും കൊച്ചി നഗരഭാഗമാണെങ്കിലും എല്ലാം തന്നെ കാലങ്ങളായി അഭിമുഖീകരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കുടിവെള്ളക്ഷാമം. ക്യാമറാമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.